വിക്രമാദിത്യ കഥകൾ ഭാഗം 48. കട ഉദ്ഘാടനം ചെയ്യുന്ന സുദിനമായ അന്ന് തന്നെ അയാൾ ഒരു സ്വർണ്ണക്കൂട് പണിയിച്ച് കിളിയെ അതിലാക്കി. കടയുടെ മുൻവശത്ത് കിളിക്കൂട് സ്ഥാപിച്ചു. കിളിയുടെ അഭിപ്രായപ്രകാരം ചെട്ടിയാരുടെ കടയിൽ ചില പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി. സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരോട് സംസാരിച്ചിരിക്കുന്നതും മറ്റും കിളി തന്നെയാണ്. അതിൻ്റെ കീഴിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ വേലക്കാരും പണം വാങ്ങി സൂക്ഷിക്കാൻ ഭൂതലിംഗവും ഉണ്ടായിരുന്നു. കിളി കച്ചവടം ചെയ്യുന്ന വിചിത്ര രീതി കാണാൻ കടയിൽ ആളുകൾ തിങ്ങിക്കൂടുക പതിവായി. അതിൻ്റെ മധുരമായ സംഭാഷണ ശൈലിയും തമാശ പറച്ചിലും കൂടുതൽ ആളുകളെ അങ്ങോട്ട് ആകർഷിച്ചു. ഭൂതലിംഗത്തിൻ്റെ വ്യാപാരം അടിക്കടി അഭിവൃദ്ധി പ്രാപിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തമ്മിലുണ്ടായ ചെറിയ വഴക്കുകൾ തീർക്കാനായി ആ കിളി നിയോഗിക്കപ്പെട്ടു. ഇരുപക്ഷക്കാരുടെയും വാദങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് കിളി പറയുന്ന വിധി എല്ലാവർക്കും ബോധിച്ചിരുന്നു. അങ്ങനെ ആ കിളിയുടെ പ്രശസ്തി പെട്ടെന്ന് പരന്നു. ഭൂതലിംഗത്തിന് ഒരു സ്നേഹിതയുണ്ടായിരുന്നു. രൂപസുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. അവൾക്ക് വേറെ 6 യുവാക്കൾ സ്നേഹിതരായി ഉണ്ടായിരുന്നു. 1000 പൊൻപണം കൊടുത്താലത്രേ അവളെ ഒരു നോക്കെങ്കിലും കാണുവാൻ ആളുകളെ അനുവദിച്ചിരുന്നത്. മുൻ പ്രസ്താവിച്ച 7 പേർ മാത്രമേ അവളുടെ സാന്നിധ്യം പ്രാപിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ 2 ബ്രാഹ്മണ യുവാക്കൾ കുളിക്കാനായി നദീതീരത്തിലെത്തി. അവർ തമ്മിൽ പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു, "എടോ ചങ്ങാതി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. രൂപസുന്ദരി അണിഞ്ഞൊരുങ്ങി എൻ്റെ അരികിൽ വന്നെന്നായിരുന്നു സ്വപ്നം. ഒരു പക്ഷേ ജീവിത ദർപ്പണത്തിൽ പ്രതിബിംബിക്കാൻ സാധ്യമാകാത്തതിനാലായിരിക്കാം സ്വപ്നത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്." രൂപസുന്ദരിയുടെ ഒരു വേലക്കാരി അന്നേരം ആ നദിക്കരയിൽ നിന്ന് വസ്ത്രമലക്കുന്നുണ്ടായിരുന്നു. അവൾ ഇത് കേട്ട മാത്രയിൽ ഗൃഹത്തിലേക്ക് പായുകയും വിവരം സ്വാമിനിയെ അറിയിക്കുകയും ചെയ്തു. രൂപസുന്ദരി പിന്നാലെ നദീതീരത്തെത്തുകയും ബ്രാഹ്മണനെ പിടികൂടുകയും തന്നെ സ്വപ്നത്തിൽ കണ്ടതിൻ്റെ പ്രതിഫലമായി 1000 പൊൻപണം ആവശ്യപ്പെടുകയും ചെയ്തു. ദരിദ്രനായ ആ യുവാവ് അമ്പരന്ന് നിന്നു. രൂപസുന്ദരി ഒഴിഞ്ഞു മാറുന്നവളായിരുന്നില്ല. അവൾക്ക് ആവശ്യപ്പെട്ട സംഖ്യ കിട്ടിയേ തീരൂ. സ്വപ്നത്തിൽ കണ്ടതിൻ്റെ പ്രതിഫലമാണ് ചോദിക്കുന്നത്. അവർ തമ്മിൽ വാക്കേറ്റം മൂത്ത് ഉന്തും തള്ളുമായി പരിണമിച്ചു. വിവരമറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടി. ഇതിനൊരു തീർപ്പുണ്ടാക്കാൻ വേണ്ടി ഇരുവരും രാജസന്നിധിയിലെത്തി. രൂപസുന്ദരിയുടെ വാദം രാജാവിന് മനസ്സിലായില്ല. അദ്ദേഹം ഇക്കാര്യം മന്ത്രിക്ക് വിട്ടുകൊടുത്തു. ബുദ്ധിമാനായ മന്ത്രി രൂപസുന്ദരിയെയും ബ്രാഹ്മണ യുവാവിനെയും കൊണ്ട് ഭൂതലിംഗത്തിൻ്റെ കടയിലെത്തുകയും വിക്രമകിളിയോട് ഈ പ്രശ്നത്തിന് വിധി പ്രസ്താവിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു. കിളി രൂപസുന്ദരിയോട് ആവശ്യപ്പെട്ടു, "രൂപസുന്ദരി, നിന്റെ ആവലാതി തുറന്നു പറയൂ. സത്യവും നീതിയും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം." രൂപസുന്ദരി പറഞ്ഞു, "ഈ നിൽക്കുന്ന യുവാവ് ഇന്നലെ എന്നെ കാണുകയുണ്ടായി. സ്വപ്നത്തിലായാലും നേരിട്ടായാലും ഫലം ഒന്നു തന്നെയാണ്. എൻ്റെ കണക്കനുസരിച്ച് എന്നെ പ്രത്യേകമായി കാണുവാൻ 1000 പൊൻപണം പ്രതിഫലമായി തരണമെന്നാണ്. എത്ര പറഞ്ഞിട്ടും ഇയാൾ അത് തരുന്നില്ല." കിളി യുവാവിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, "ബ്രാഹ്മണ യുവാവേ, നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീയെ സമീപിച്ചത്?" അപ്പോൾ ആ യുവാവ് മറുപടി പറഞ്ഞു, "കിളിയെ, ഞാൻ പറയുന്നത് സത്യമാണ്. അവളെ സമീപിച്ചതായി ഞാൻ സ്വപ്നം കണ്ടത് നേരാണ്. യഥാർത്ഥത്തിൽ ഞാൻ കുറെ കാലമായി അവളെ കണ്ടിട്ടുകൂടിയില്ല. സ്വപ്നം കണ്ട വിവരം ഞാൻ എൻ്റെ സ്നേഹിതനോട് പറഞ്ഞു. അവളുടെ വേലക്കാരി അത് കേട്ട് അവളോട് ചെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ എന്നെ പരസ്യമായി ആക്ഷേപിക്കുകയാണ്." കിളി അപ്പോൾ പറഞ്ഞു, "ഓഹോ, അത് കൊള്ളാലോ. രൂപസുന്ദരി, സ്വപ്നത്തിൽ കണ്ടതിനും നീ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടോ?" "സ്വപ്നത്തിലായാൽ എന്താ? ഇയാൾ എന്നെ കണ്ടുവെന്നല്ലേ പറയുന്നത്. അപ്പോൾ എനിക്ക് പ്രതിഫലവും കിട്ടണം." രൂപസുന്ദരി പറഞ്ഞു. വിധി കേൾക്കാൻ അവിടെ ഒട്ടേറെ ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു. 1000 പൊൻപണം ഒരു കീഴിലാക്കി കൊണ്ടുവരുവാൻ കിളി മന്ത്രിയോട് ആവശ്യപ്പെട്ടു. പണക്കിഴി കെട്ടിഞ്ഞാത്തിയിട്ട് അതിന് താഴെ ഒരു വലിയ കണ്ണാടിയും സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ പണക്കിഴിയുടെ പ്രതിച്ഛായ കണ്ണാടിയിൽ പ്രതിഫലിച്ചിരുന്നു. പിന്നെ കിളി പറഞ്ഞു, "രൂപസുന്ദരി, നിന്റെ വാദം ശരിയാണ്. സ്വപ്നത്തിൽ കണ്ടതിനും 1000 പൊൻപണം കിട്ടേണ്ടത് തന്നെ. ഇതാ ഈ കണ്ണാടിയിൽ നിന്ന് പണമെടുത്തോളൂ." അപ്പോൾ രൂപസുന്ദരി പരാതി പറഞ്ഞു, "കണ്ണാടിയിൽ പ്രതിബിംബം മാത്രമേയുള്ളൂ. എങ്ങനെയാണ് പിന്നെ എനിക്ക് പണം കിട്ടുന്നത്? സ്വപ്നത്തിൽ നിന്നെ കണ്ടതിൻ്റെ പ്രതിഫലം
കണ്ണാടിയിലെ പണമാണ്. യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ പണവും എടുക്കാം. ലജ്ജയില്ലാത്തവളെ, പാവപ്പെട്ടവരെ വഞ്ചിക്കാനും അപമാനിക്കാനും ഒരുങ്ങുന്ന നിന്നെ പോലെയുള്ള പഠിച്ച കള്ളികൾ നാടിന് പോലും അപമാനമാണ്. കിളിയുടെ വിധി കേട്ട ജനങ്ങൾ സന്തോഷിക്കുകയും രൂപസുന്ദരിയെ കളിയാക്കി ആർത്തുചിരിക്കുകയും ചെയ്തു. താൻ ഇങ്ങനെ പൊതുജന മധ്യത്തിൽ വെച്ച് അപമാനിതയായത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും തീപ്പൊരി പടർന്നു. രൂപസുന്ദരി ഒരു വെല്ലുവിളി തന്നെ നടത്തി. അൽപായുസുള്ള കിളി, 2 കാശ് വിലയുള്ള നീ എന്നെ അപമാനിച്ചതിന് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് തൊട്ട് 8 ദിവസത്തിനകം ഞാൻ നിന്നെ കൊന്ന് പാകം ചെയ്ത് ഭക്ഷിക്കും. അപ്പോൾ കിളി പറഞ്ഞു, ഓഹോ, കോപിച്ചു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞ വിധി നിനക്ക് മാത്രമേ രുചിക്കാതിരുന്നുള്ളൂ. സകല ജനങ്ങളും എൻ്റെ പക്ഷത്താണ്. അല്പബുദ്ധിയായ നീ അഹങ്കരിക്കരുത്. എന്നെ കൊല്ലാൻ നീ ശ്രമിച്ചാൽ നിന്റെ ശിരസ് മുണ്ടനം ചെയ്ത് ശരീരമാകെ പുള്ളികുത്തി കഴുതപ്പുറത്തേറ്റി ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യിച്ചില്ലെങ്കിൽ എൻ്റെ പേര് വിക്രമകിളി എന്നല്ല. രൂപസുന്ദരി കോപാകുലയായി സ്വഭവനത്തിലേക്ക് മടങ്ങി. തന്നെ പരസ്യമായി ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്ത കിളിയെ വകവരുത്തുന്നത് എങ്ങനെയെന്നായി പിന്നെ അവളുടെ ചിന്ത. തൻ്റെ പ്രതിജ്ഞയോർത്ത് അവൾ ദിനചര്യകൾ പോലും കൈവെടിഞ്ഞു. കിളിയുടെ ഉടമസ്ഥനായ ഭൂതലിംഗം അവളുടെ പറ്റുപടിക്കാരിൽ ഒരാളായിരുന്നു. ഒരു തവണ അയാൾ രൂപസുന്ദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ പിണക്കം നടിച്ചു. അവളെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി അയാൾ പലതും പറഞ്ഞെങ്കിലും അവൾ അനങ്ങിയില്ല. അവസാനം കടയിലിരിക്കുന്ന കിളിയെ തനിക്ക് സമ്മാനമായി തന്നെങ്കിൽ മാത്രമേ താൻ സന്തോഷവതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ അതിന് സമ്മതിക്കുകയും കിളിയെ കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. ചെട്ടിയാർ സേവയ്ക്ക് വേണ്ടി തൻ്റെ വൈരിയുടെ കയ്യിൽ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നതോർത്ത് കിളിക്ക് മനസ്താപമുണ്ടായി. എന്തായാലും സംഭവിക്കുന്നതെല്ലാം സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് അത് കൂട്ടിൽ തന്നെ അനങ്ങാതെ കിടന്നു. ഭൂതലിംഗം മടങ്ങിയപ്പോൾ രൂപസുന്ദരി വേലക്കാരിയെ വിളിച്ചു പറഞ്ഞു, എന്നെ പരസ്യമായി ആക്ഷേപിച്ച ഈ കിളിയെ പാകം ചെയ്ത് ഭക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിനെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഇതിനെ ഞാൻ പോയി കുളിച്ചു വരുമ്പോഴേക്കും പാകം ചെയ്യണം. രക്തമെടുത്ത് രസച്ചാർ ഉണ്ടാക്കുകയും മാംസം വറുക്കുകയും ചെയ്തു വച്ചേക്കണം. രൂപസുന്ദരി കുളിക്കാൻ പോയപ്പോൾ വേലക്കാരി കൂട്ടിൽ നിന്ന് കിളിയെ പുറത്തെടുത്തു കൊണ്ടുപോകാൻ ഒരുങ്ങി. രക്ഷപ്പെടാൻ ഇത് തന്നെയാണ് തക്ക അവസരം എന്ന് കരുതിയ കിളി അവൾ പിടിച്ച ഉടനെ ചിറകിട്ടടിക്കുകയും നഖം കൊണ്ട് മാന്തുകയും ചെയ്തു. അവൾ പേടിച്ച് പെട്ടെന്ന് പിടിവിട്ടു. കിളി പറന്നുപോയി അടുത്തുണ്ടായിരുന്ന വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ആൽമരത്തിൽ ചെന്നിരുന്നു. കിളി കൈവിട്ടു പോയപ്പോൾ വേലക്കാരി പരുങ്ങലിലായി. രൂപസുന്ദരി ഇതറിഞ്ഞാൽ തന്നെ ബാക്കി വെക്കുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എന്തായാലും കിളിയെ പാകം ചെയ്യാനാണല്ലോ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവൾ വേഗം ഒരു തവളയെ പിടിച്ച് വൃത്തിയായി പാകം ചെയ്തു. തവളയുടെ രക്തം കൊണ്ട് രസച്ചാർ ഉണ്ടാക്കുകയും തല വറുക്കുകയും ചെയ്തു. രൂപസുന്ദരി കുളിയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് മടങ്ങി വന്ന് ഭക്ഷണത്തിനിരുന്നു. വേലക്കാരി തവള മാംസം പാകം ചെയ്തത് കൊണ്ടുവന്ന് രൂപസുന്ദരിക്ക് വിളമ്പി. തന്നെ അപമാനിച്ച കിളിയെ കൊന്നു തിന്നുകയാണെന്ന വിചാരത്തിൽ രൂപസുന്ദരി ഈർഷ്യയോടെ അത് മുഴുവൻ ഭക്ഷിച്ചു. ഓരോ കഷ്ണം തിന്നുമ്പോഴും പ്രതികാര ബുദ്ധിയോടെ അവൾ പുലമ്പിക്കൊണ്ടിരുന്നു. നീയാണോ എന്നെ അപമാനപ്പെടുത്തിയത്? നീയാണോ ന്യായാധിപൻ? നീയാണോ എന്നെ തലമുണ്ടനം ചെയ്യുമെന്ന് വീമ്പിളക്കിയത്? ഭക്ഷണാനന്തരം തൻ്റെ മഹാശത്രുവിനോട് പകവീട്ടിയ ചാരിതാർത്ഥ്യത്തോടെ രൂപസുന്ദരി ഉറങ്ങുവാൻ പോയി. രൂപസുന്ദരി ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചിരുന്നു. ഇതിനുവേണ്ടി അവൾ ദിവസേനെ അർദ്ധരാത്രിക്ക് ശേഷം വിഷ്ണു ക്ഷേത്രത്തിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. വിഷ്ണു ക്ഷേത്രത്തിലേക്ക് വരുന്നതും പ്രാർത്ഥിക്കുന്നതും അവിടെ മരക്കൊമ്പിലിരുന്ന വിക്രമകിളി കാണാനിടയായി. തൻ്റെ പ്രതിജ്ഞ അനുസരിച്ച് അവളെ അപമാനിക്കണമല്ലോ. അതിനുള്ള ഉപായം കിളി ആലോചിച്ചുറച്ചു. ഒരു ദിവസം രാത്രിയിൽ കിളി രഹസ്യമായി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് പുറകിൽ ഒളിച്ചിരുന്നു. പതിവ് പോലെ അർദ്ധരാത്രിയായപ്പോൾ രൂപസുന്ദരി വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ബിംബത്തിന് പുറകിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. ഭക്തിയായ രൂപസുന്ദരി, നിന്റെ അചഞ്ചലമായ ഭക്തിയിൽ ഞാൻ അതീവ സംതൃപ്തനാണ്. അടുത്ത വെള്ളിയാഴ്ച ഞാൻ നിന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനു മുമ്പ് ചില ചടങ്ങുകളെല്ലാം നിറവേറ്റാൻ മടിക്കരുത്. നിന്റെ സ്വത്തുക്കൾ ദരിദ്രർക്കായി ദാനം ചെയ്ത് സർവസംഘ പരിത്യാഗിനിയായി അടുത്ത വെള്ളിയാഴ്ച രാവിലെ ഇവിടെ വരണം. തലമുണ്ടനം ചെയ്ത് ശരീരത്തിൽ പുള്ളികൾ കുത്തി കാവി വസ്ത്രം ധരിച്ച്
കഴുതപ്പുറത്ത് കയറി ഇവിടെ വന്ന് നമസ്കരിക്കണം. അപ്പോൾ നിന്നെ കൊണ്ടുപോകുവാൻ സ്വർഗത്തിൽ നിന്ന് വാഹനം പ്രത്യക്ഷപ്പെടും. ഈ വിവരം നിനക്ക് വേണ്ടപ്പെട്ടവരെയെല്ലാം അറിയിക്കണം. വിഗ്രഹത്തിന്റെ പിന്നിൽ നിന്ന് കേട്ട സ്വരം സാക്ഷാൽ ദൈവത്തിൻ്റെതാണെന്ന് അവൾ വിചാരിച്ചു. തൻ്റെ ചിരകാല അഭിലാഷം സാധിക്കാൻ പോകുന്നതോർത്ത് അവൾ സന്തുഷ്ടിയായി. നാട് മുഴുവനും ഈ വിവരം പരന്നു. രൂപസുന്ദരിയെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ഈശ്വരന്റെ അരുളപ്പാടുണ്ടായെന്ന് കേട്ടറിഞ്ഞ് ഒട്ടേറെ ജനങ്ങൾ ആ വെള്ളിയാഴ്ച ക്ഷേത്രസന്നിധിയിലെത്തി. നാടിൻ്റെ നാലാ ദിക്കുകളിലും വല്ല അതിശയവും നടക്കുന്നുണ്ടോ എന്ന് ആരാഞ്ഞറിയാൻ നിയുക്തരായ ചാരന്മാർ ഈ വാർത്ത ഭട്ടിയെയും അറിയിച്ചു. വെറുമൊരു സാധാരണക്കാരിയായ ഒരുത്തി ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുന്നതിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് അയാൾക്ക് ബോധ്യമായി. ഭൂതലിംഗ ചെട്ടിയാരുടെ കിളിയെപ്പറ്റിയും കിളിയും രൂപസുന്ദരിയുമായുണ്ടായ വാദങ്ങളെപ്പറ്റിയും അയാൾ കേട്ടറിഞ്ഞു. ആ കിളി വിക്രമാദിത്യൻ തന്നെയായിരിക്കുമെന്ന് ഊഹിച്ച അയാൾ രൂപസുന്ദരി സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്ന ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിച്ചു. കൃത്യസമയത്ത് രൂപസുന്ദരി തന്റെ തല മുണ്ടനം ചെയ്ത് ശിരസിൽ പുള്ളികൾ കുത്തി കാവി വസ്ത്രം ധരിച്ച് കഴുതപ്പുറത്ത് കയറി ക്ഷേത്രസന്നിധിയിൽ ഹാജരായി. അവളുടെ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് വിതരണം ചെയ്യപ്പെട്ടും കഴിഞ്ഞിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണികൾ ഉത്കണ്ഠയോടെ നോക്കി നിൽക്കെ വിക്രമക്കിളി ഒരു തൂണിൽ പറന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹേ രൂപസുന്ദരി, ഇപ്പോൾ ആരാണ് ജയിച്ചത്? എന്നെ കൊന്നു തിന്നുമെന്നുള്ള നിന്റെ പ്രതിജ്ഞ എന്തായി? ഞാൻ പറഞ്ഞതനുസരിച്ച് തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. അല്ലയോ കാണികളെ, ദൈവത്തിനും നീതിക്കും നിരക്കാത്ത ഒരു കാര്യത്തിൽ ഞാനൊരു ന്യായമായ തീർപ്പുണ്ടാക്കി. അന്നിവൾ എന്നെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തതാണ്. ഇവളുടെ തല മുണ്ടനം ചെയ്ത് ശരീരമാകെ പുള്ളികുത്തി കഴുതപ്പുറത്ത് കയറ്റുമെന്ന് ഞാനും സത്യം ചെയ്തു. ഇപ്പോൾ ഞാൻ വിജയിച്ചിരിക്കുന്നു. എൻ്റെ ശപഥം നിറവേറിയിരിക്കുന്നു. പിന്നെ കിളി പറന്നു ചെന്ന് ഭട്ടിയുടെ തോളിലിരുന്നു. അപ്പോൾ ഭട്ടിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. വിക്രമാദിത്യനും ഭട്ടിയും ഉജ്ജയിനിയിലേക്ക് യാത്രയായി. കിളി തന്നെ പറ്റിച്ചതോർത്ത് രൂപസുന്ദരി പകച്ചു നിന്നു. കാണികളെല്ലാം അവളെ ശകാരിക്കാനും പരിഹസിക്കാനും തുടങ്ങിയപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. കാണികൾ കിളിയുടെ ബുദ്ധിശക്തിയെ വാഴ്ത്തിയ ശേഷം സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. ഭട്ടിയും കിളിയും ഉജ്ജയിനിയിലെത്തി ഒരു രഹസ്യ താവളത്തിൽ പ്രവേശിച്ചു. വിക്രമാദിത്യൻ തനിക്ക് പറ്റിയ അമളിയും വിജയന്റെ വഞ്ചനയും ഇതുവരെയുള്ള ജീവിതകഥയും സവിസ്തരം ഭട്ടിയെ പറഞ്ഞു കേൾപ്പിച്ചു. വിജയന്റെ കള്ളം പുറത്താക്കി അവനെ നിഷ്കാസനം ചെയ്യേണ്ട ഉപായങ്ങളും അവർ ആലോചിച്ചുറച്ചു. ദർബാറിലിരിക്കുന്ന വിജയന്റെ അടുക്കലേക്ക് ഭട്ടി ഒരു തോഴിയെ ചട്ടം കെട്ടി അയച്ചു. ആ തോഴി വിനയപുരസ്സരം വിജയനോട് പറഞ്ഞു, പ്രഭു, അങ്ങയുടെ റാണിമാരുടെ വ്രതം ഇന്നോടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അങ്ങേക്ക് അന്തഃപുരത്തിൽ പ്രവേശിക്കാം. തോഴിയുടെ സംസാരം കേട്ട വിജയൻ ഉന്മത്തനായി. അവൻ ഉടനെ തന്നെ മന്ത്രി മുഖ്യനായ ഭട്ടിയെയും കൂട്ടി അങ്ങോട്ട് പോകുവാനൊരുങ്ങി. അപ്പോൾ ഭട്ടി പറഞ്ഞു, അന്തഃപുരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. ആടുകൾ തമ്മിൽ ഒരു യുദ്ധം നടക്കണം. ഒരാട് അങ്ങയുടെയും എതിരാളി ആട് റാണിയുടേതുമായിരിക്കും. അങ്ങയുടെ ആടാണ് ജയിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ അന്തഃപുരത്തിലേക്ക് കടക്കാം. വിജയൻ എന്തിനും തയ്യാറായിരുന്നു. ആടുകൾ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ വിജയന്റെ ആട് ചത്തു വീണു. വിജയൻ ഉടനെ തന്നെ കൂടുവിട്ട് കൂടുപായുന്ന വിധി ഉപയോഗിച്ച് സ്വന്തം ജീവൻ ചത്തുകിടക്കുന്ന ആടിന്റെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ വിക്രമാദിത്യ ശരീരം നിർജീവമായി തീർന്നിരുന്നു. ഭട്ടി ഉടനെ വിക്രമക്കിളിയെ കൊണ്ടുവന്ന് കൂട് തുറന്നു വിട്ടു. കിളിയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ യഥാർത്ഥ വിക്രമാദിത്യന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. വിക്രമാദിത്യൻ പെട്ടെന്ന് വിജയനാകുന്ന ആടിനെ ഒറ്റ വെട്ടിന് തലയറുത്തു കൊന്നു. വഞ്ചകനായ വിജയൻ മരിച്ചു. വിക്രമാദിത്യ ചക്രവർത്തി വീണ്ടും പഴയ രീതിയിൽ രാജഭരണം തുടർന്നു. തൻ്റെ റാണിമാരെ വിജയൻ അപഹരിക്കാതെ കാത്തുരക്ഷിച്ച ഭട്ടിയുടെ ബുദ്ധിചാതുര്യത്തിൽ അദ്ദേഹം അതിരറ്റ് സന്തോഷിച്ചു. കഥ നിർത്തിയിട്ട് സാലഭഞ്ജിക ചോദിച്ചു, ഹേ ഭോജരാജാവേ, അത്ഭുത സിദ്ധികളുടെ വിളനിലമായിരിക്കുന്ന വിക്രമാദിത്യന്റെ ബുദ്ധിവൈഭവവും വീരപരാക്രമണങ്ങളും കേട്ടിട്ടും നിങ്ങൾ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ കയറാൻ ഉദ്യമിക്കുന്നത് സാഹസമല്ലേ? സാലഭഞ്ജികയുടെ കഥ പറച്ചിൽ അവസാനിച്ചപ്പോൾ സന്ധ്യ ആയതിനാൽ അന്നത്തെ സദസ്സ് പിരിച്ചുവിടുകയാണ് ചെയ്തത്.